തന്റെ പ്രിയപ്പെട്ട സഹാബിയെ യമനിലേക്ക് യാത്ര അയക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, യമനിലേക്ക് മുആദ് ഒരു പ്രതിനിധിയായിട്ട്, ഒരു അംബാസഡറായിട്ട് പോവുകയാണ്. മുആദേ, നിങ്ങൾ അവിടെ ചെന്ന് ജനങ്ങളോട് പറയണം ദൈവം ഏകനാണെന്ന്. മുആദ് സമ്മതിച്ചു, ഞാൻ പറയാം, അവനിൽ പങ്കുകാരില്ലെന്ന്. പിന്നെ പറയണം മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാം. പിന്നെ നീ പറയണം മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, വ്യഭിചരിക്കരുത്. ഇതൊക്കെ നീ ജനങ്ങളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം. പിന്നെ നീ അവരോട് നല്ല നിലയിൽ വർത്തിക്കണം മുആദ്. മുആദേ, മർദ്ദിതരുടെ പ്രാർത്ഥനയെ നീ പേടിക്കണം മുആദേ. നീ അവിടെ പോയി ആരെയെങ്കിലും കഷ്ടപ്പെടുത്തിയാൽ, മുആദ് ചെല്ലുന്ന ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പുണ്യ റസൂൽ. അവരെ ഉപദ്രവിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. നീ അവരെ വേദനിപ്പിച്ചാൽ അവരുടെ പ്രാർത്ഥന നിനക്കെതിരെ ഉണ്ടായിരിക്കും മുആദ്. മുആദേ, നീ എപ്പോഴും ഓർക്കണം, മർദ്ദിതന്റെ പ്രാർത്ഥനക്കും ദൈവത്തിനുമിടയിൽ മറയില്ലെന്ന് ഓർക്കണം.